യെസ്, തിരുവനന്തപുരത്തേക്ക് മാത്രം വരികയാണെങ്കിൽ ഇപ്പം താങ്കളെ സംബന്ധിച്ച് നേരത്തെ തന്നെ അവിടുത്തെ പ്രവർത്തനങ്ങൾ തുടങ്ങി. അവിടെ 3-ാം സ്ഥാനത്താണ് ഇപ്പോൾ കോൺഗ്രസ് നിൽക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് കയറി വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഘട്ടം എന്നാണ് BJP-യെ കയറി വരിക എന്നുള്ളത് വലിയ, പ്രത്യേകിച്ച് BJP-ക്ക് ഇപ്പോൾ മിക്ക സ്ഥലങ്ങളിലും മിക്ക വാർഡുകളിലും ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ അവർ അത്രയും പ്രവർത്തനത്തിലേക്ക് കടക്കുന്നു. മാത്രവുമല്ല സംസ്ഥാന അധ്യക്ഷനാണ് അവരെ അവിടെ ലീഡ് ചെയ്യുന്നത്. അപ്പം വലിയ ഏറ്റുമുട്ടൽ നടത്താൻ പോകുന്നത് BJP-യുമായിട്ടാണോ? ആ ഏറ്റുമുട്ടലിൽ എങ്ങനെ ജയിക്കാം എന്നുള്ള പ്ലാനാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എത്ര പ്രതീക്ഷ അതിലുണ്ട്? അല്ല, കഴിഞ്ഞ ലോക്സഭയിൽ BJP-ക്ക് കേരളത്തിലുണ്ടായി മുന്നേറ്റമൊന്നുമില്ല. കാരണം അവരുടെ പുതിയ അധ്യക്ഷൻ വന്നതോടുകൂടെ ആ പാർട്ടിയിൽ പടലപ്പണക്കാണ്. മാത്രമല്ല ഇപ്പോൾ 101 സീറ്റുകൾ കോൺഗ്രസ് UDF ഏതാണ്ട് 101 സീറ്റിലും സ്ഥാനാർത്ഥികളായി. 95% സീറ്റുകൾ LDF-ന് സ്ഥാനാർത്ഥികളായി. പക്ഷേ ഇപ്പോഴും BJP-യുടെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട പല സീറ്റുകളിലും അവർക്ക് സ്ഥാനാർത്ഥിയായിട്ടില്ല. അവരുടെ സിറ്റിംഗ് സീറ്റുകളിൽ പോലും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ കഴിയാത്ത അത്ര അന്തഛിദ്രം ആ പാർട്ടി രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പാർലമെൻറ്റിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ട് റിസൾട്ടാണ് ഇത്തവണ ഉണ്ടാവുക. BJP ഇത്തവണ വളരെ താഴെ പോകും. അവരുടെ എല്ലാ ആയുധങ്ങളും എടുത്ത് പോരാടിയിട്ടും അവർക്ക് കഴിഞ്ഞ 2 ഇലക്ഷനിലും 35 സീറ്റാണ് ഇവിടെ കിട്ടിയത്. അത് താഴോട്ട് പോകും, ഒരു സംശയം അക്കാര്യത്തിലില്ല. മാത്രവുമല്ല BJP-ക്ക് ഇപ്പോൾ കോർപ്പറേഷനിലാണെങ്കിലും കൗൺസിലറിന്റെ ആത്മഹത്യ, അതിനുശേഷം MS കുമാറിന്റെ തുറന്നു പറച്ചിലൊക്കെ കൂടിയായി ബന്ധപ്പെട്ട് പല മേഖലയിലും പല സ്ഥലങ്ങളിലും ആളുകളിൽ തന്നെ ഭിന്നിപ്പുണ്ടായിട്ടുണ്ട്. പാർട്ടിക്കകത്ത് അത് പ്രതിഫലിക്കുന്നുമുണ്ട്, വലിയ ചർച്ച. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അധ്യക്ഷനെ നേരിട്ടിറക്കിയത്. പക്ഷേ ആ ഫൈറ്റിനെ എങ്ങനെ കാണുന്നു? എത്രത്തോളം ചലഞ്ചിങ് ആണ്? രാഷ്ട്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ മറ്റുള്ള ഇപ്പോൾ ബാങ്കുമായി ബന്ധപ്പെട്ട് ധനകാര്യ പ്രശ്നങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് നമ്മൾ ഉന്നയിക്കുന്ന അതേ കാര്യങ്ങൾ തിരിച്ചുന്നയിക്കാനുള്ളൊരു സാധ്യത പോലും അവിടെ ഇല്ലല്ലോ അല്ലെ കോൺഗ്രസിനെ സംബന്ധിച്ച്? ഇല്ല, അവിടെ ഞാൻ പറയാം, ഇവിടെ അവരുടെ BJP-യുടെ കൈവശം ഉണ്ടായിരുന്ന 2 ബാങ്കുകളിൽ ഒരു ബാങ്കിൻ്റെ പ്രസിഡന്റാണ് ആത്മഹത്യ ചെയ്ത കൗൺസിലർ ശ്രീ അനിൽകുമാർ. മറ്റൊരു ബാങ്കാണ് ശ്രീ MS കുമാറിൻ്റെ ബാങ്ക്. അവിടെയും കൊള്ളയാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. പാർട്ടി പ്രവർത്തകർക്ക് ഇഷ്ടം പോലെ വായ്പ കൊടുത്തു, ഒന്നും തിരിച്ചു കിട്ടുന്നില്ല, ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരെ ഇടപെടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു സഹകരണ സ്ഥാപനം കൊള്ളയടിക്കുന്നവരെ എങ്ങനെ നഗരസഭ ഏൽപ്പിക്കും? അതാണ് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം. എന്തുകൊണ്ട് അനിൽകുമാർ ആത്മഹത്യ ചെയ്തു? ആരാ ഉത്തരവാദി? അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞാൽ എന്താ? എൻ്റെ മരണത്തിന് ഉത്തരവാദി എൻ്റെ പാർട്ടിയാണ്. അപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നൊരു പാർട്ടിയാണ് BJP. അങ്ങനെയുള്ള BJP-യുടെ കയ്യിൽ ഒരിക്കലും ഈ നഗരസഭയുടെ ഭരണം ഏൽപ്പിക്കാൻ ജനങ്ങൾ തയ്യാറാവില്ല. ഇത്തവണ അവർ 30-ലും താഴെ പോകുന്നതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. ശരി, ഏതൊക്കെ മേഖലയിലാണ് കൂടുതൽ ശക്തി തെളിയിക്കുക അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ പിടിക്കുക എന്നുള്ളത്? തെക്കൻ കേരളം നമുക്കറിയാം LDF ആണ് മിക്ക സ്ഥലങ്ങളിലും. അത് ജില്ലാ പഞ്ചായത്തുകളാണെങ്കിലും മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളാണെങ്കിലും കൂടുതലായി LDF കയറി നിൽക്കുന്ന പ്രദേശം തെക്കൻ കേരളമാണ്. അപ്പം തെക്കൻ കേരളത്തിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാം എന്നുള്ളതാണോ? മലബാർ ലീഗ് നോക്കിക്കോളും എന്നൊക്കെയുള്ളതാണോ? എങ്ങനെയാണ് ആ പദ്ധതി മൊത്തത്തിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അല്ല, മലബാറിലെ കോട്ടകൾ നിലനിർത്തിക്കൊണ്ട് തെക്കൻ കോട്ടകൾ പിടിക്കുക. കാരണം 2 കോട്ടകളും പിടിച്ചാൽ മാത്രമല്ലേ അസംബ്ലിയിൽ ജയിക്കാൻ കഴിയൂ. അപ്പോൾ വടക്കൻ കോട്ടകളും കാക്കണം, തെക്കൻ കോട്ടകളിൽ മുന്നേറ്റം ഉണ്ടാക്കണം. ആ ഒരു ഫോക്കസിലാണ് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. യെസ്, തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ, അതായത് ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യമേ തന്നെ തിരുവനന്തപുരത്ത് താങ്കളാണ് അതിന് തുടക്കമിടുന്നത്. എന്തൊക്കെയായിരിക്കും പുതുതായിട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പുതുതായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്? അതായത് ഇപ്പോൾ കഴിഞ്ഞ ഭരണസമിതിയെ നമ്മൾ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചോദിക്കുമല്ലോ, നിങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? അതും കൂടെ ഞങ്ങൾ ജനങ്ങളോട് പറയുന്നുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം നഗരത്തിനെ ഒരു ഹൈടെക് ആക്കുക, ഇവിടുത്തെ പ്രയാസങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതിനൊപ്പം തന്നെ ചോദിക്കട്ടെ, ഈ മെട്രോയുമായിട്ടുള്ള താങ്കളുടെ അഭിപ്രായം എങ്ങനെയാണ്? തിരുവനന്തപുരത്ത് മെട്രോ വരുന്നത് വരണം എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ആദ്യം നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന ഒരാളാണ് ഞാൻ. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു പ്രോജക്റ്റ് ലാഭകരമല്ല എന്നാണ്. അന്ന് ഞാൻ നിയമസഭയിൽ പറഞ്ഞത് റെക്കോർഡിലുണ്ട്. ഞാനന്ന് പറഞ്ഞു, ഇതിൻ്റെ ലാഭമല്ല നോക്കേണ്ടത്, സമയലാഭം നോക്കണം യാത്രക്കാരുടെ.
അന്ന് അതിനെ തള്ളിക്കളഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോൾ ഇലക്ഷൻ എടുത്തപ്പോഴാണ് ഒരു മെട്രോ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടേ ഞങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ മെട്രോ ആവശ്യമാണ്, തിരുവനന്തപുരത്തിന് ആവശ്യമാണ്, കോഴിക്കോടിന് ആവശ്യമാണ്, 2 മേജർ സിറ്റികൾക്കും മെട്രോ ആവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. യെസ്, മറ്റെന്തൊക്കെ വികസനം ഇപ്പം പ്രധാനമായിട്ട് LDF സർക്കാർ എടുത്തു കാണിക്കുന്ന അല്ലെങ്കിൽ CPM എടുത്തു കാണിക്കുന്ന ചില ഈ മെട്രോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് സ്വാഭാവികമായിട്ടും ചില കാര്യങ്ങളിൽ അവർ പ്രചാരണത്തിന് വേണ്ടിയും ഉപയോഗിക്കും. അത്തരത്തിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ്? അപ്പൊ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കിടയിൽ പോലും സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്ന തരത്തിൽ എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് നൽകുന്നത്? മെയിനായിട്ട് സാധാരണക്കാരെ ബാധിക്കുന്ന കുടിവെള്ളം, റോഡുകളുടെ നവീകരണം, വൈദ്യുതി ലഭ്യമാക്കൽ, ഇതൊക്കെയാണ് കൂടുതൽ പ്രചരണം കൊടുക്കുന്നത്. കാരണം ലോക്കൽ ബോഡി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, കേന്ദ്രാവിഷ്കൃത പല ഫണ്ടുകളും പഞ്ചായത്തിലൂടെയാണ് നടപ്പാക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ പാർട്ടി എടുക്കുന്ന സ്റ്റാൻഡ്, എന്തുമാത്രം പാർട്ടി അക്കാര്യത്തിൽ താല്പര്യമെടുക്കും, ഇതൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതും ഞങ്ങളുടെ പ്രചരണത്തിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യമാണ്. ഞങ്ങളോട് ഇത്രയും കാര്യം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് താങ്കൾ ലീഡ് ചെയ്യുന്ന കാര്യത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ, ഇല്ലെങ്കിൽ ഓരോ ജില്ലകളിലും സംസ്ഥാനത്തൊട്ടാകെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചതിന് താങ്ക് യു സോ മച്ച്. ആശംസ.